ഗതാഗത മന്ത്രി CP ജോൺ മലയാളം ന്യൂസിനൊപ്പമുണ്ട്. KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. നാളത്തെ ക്യാബിനറ്റ് ഒരു നിർണായക തീരുമാനം എടുക്കുമോ? തീർച്ചയായും ക്യാബിനറ്റ് തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ. ജൂൺ 15 എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ തീരുമാനത്തിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. KSRTC ഒഫീഷ്യൽസായിട്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്രട്ടറിമാരും മറ്റ് നമ്മുടെ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നമ്മൾ യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് സമയമെടുത്ത് ജൂൺ 15 നമ്മൾ നടപ്പാക്കും. സ്വകാര്യ ബസ്സുകൾക്ക് ഇത് വലിയ പ്രതിസന്ധിയാകുമെന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഇത് അക്ഷരാർത്ഥത്തിൽ ബാധിക്കുമോ? അല്ല, ഇത് നടപ്പായിട്ട് ചിലപ്പോൾ അവർക്ക് ആൾ കൂടിയാലോ. പൊതുഗതാഗതത്തിലേക്ക് ആളുകളെ ആകർഷിക്കുക, പൊതുഗതാഗതത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുമ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് ചിലപ്പോൾ അത് ഗുണമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പിച്ച് പറയാൻ വയ്യ. എന്തായാലും നമുക്കത് പരിശോധിക്കാം. അങ്ങനെ അവർക്ക് എന്തെങ്കിലും ആഘാതം ഉണ്ടായാൽ അപ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം. ഈ കോടികളുടെ നഷ്ടം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന വാർത്തകൾ. മാത്രമല്ല ഗതാഗത സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അന്തിമ തീരുമാനം CM-ൻ്റെതാണ്. മുഖ്യമന്ത്രി VD സതീശനാണ് എടുക്കേണ്ടത്. അതെ, ക്യാബിനറ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെയാണ് തീരുമാനം അന്തിമമായിട്ട് എടുക്കുന്നത്. ആ കാര്യത്തിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ തീരുമാനങ്ങൾക്ക് ചുരുങ്ങിയ പ്രാധാന്യമേ ഉള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ പറയുന്നു, പക്ഷേ തീരുമാനം നമ്മുടെ ക്യാബിനറ്റാണ് എടുക്കേണ്ടത്. മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. LDF സർക്കാരിലെ രണ്ടാം ടൈമിലുണ്ടായിരുന്ന മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് KSRTC അധികം വൈകാതെ തന്നെ അടച്ചുപൂട്ടുമെന്നുള്ളത്. എന്താണ് പ്രതികരണം? അത് അദ്ദേഹം രാഷ്ട്രീയമായിട്ട് പറയുന്നത് മാത്രമേ. ഞാനിപ്പോൾ ഗണേഷ് കുമാർ അടക്കം എല്ലാ മുൻ മന്ത്രിമാരെയും കാണുന്നുണ്ട്. അവരെ ചെന്ന് കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ സമയം ചോദിച്ചിട്ടുണ്ട്. വളരെ കോർഡിയലായിട്ടുള്ള ഒരു രീതിയിൽ ഇതൊരു വലിയ നമുക്കെല്ലാം വേണ്ടിയിട്ടുള്ള വ്യവസായമല്ലേ. അപ്പോൾ അത് നമ്മൾ സ്വന്തമാക്കാനെന്നുള്ള ശ്രമം എല്ലാവരുമായിട്ട് സംസാരിക്കും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജൂൺ 15 നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയാണ്. ആദ്യഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ ജെൻഡർ ടിക്കറ്റിങ്ങിൻ്റെ കുറിച്ചൊക്കെ വ്യക്തമായി മനസ്സിലാക്കുന്ന സമയത്ത് എന്താണ് അങ്ങേക്ക് പ്രാഥമികമായി ബോധ്യപ്പെട്ടത്? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സാധാരണക്കാർ വലിയ പ്രതീക്ഷയിലാണ്. ഇതിപ്പോൾ ഒരു യാത്രാ സൗജന്യം എന്നുള്ളതാണല്ലോ അതിൻ്റെ ഓപ്പറേഷണൽ പാർട്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ രോഗികളായ അമ്മമാരെ കൊണ്ടുപോകേണ്ട മക്കൾ, അങ്ങനെ പറയുകയാണെങ്കിൽ ഗണേഷ് കുമാർ പറയും RCCയിലേക്ക് അടക്കം KSRTCയുടെ സൗജന്യ യാത്ര കൊടുക്കുന്നുണ്ടെന്ന്. അല്ല, അതൊരു ചെറിയ കാര്യമാണ്. RCC മാത്രമല്ലല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള കുട്ടികൾ, അവരുടെ മക്കൾ, അവരുടെ അച്ഛനമ്മമാരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ, തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾ, വളരെ ചുരുങ്ങിയ ശമ്പളത്തിന് പണിയെടുക്കുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒരു ശമ്പള വർധനവാണ്, മറ്റുള്ളവർക്കൊരു സൗകര്യവർദ്ധനവാണ്. പുറമേ നോക്കുമ്പോൾ യാത്രാ സൗജന്യം എന്ന് പറയും. പക്ഷേ വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ട് തൻ്റെ അമ്മയെയും മക്കളെയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതൊരു വലിയ സൗകര്യമാണ്. തൊഴിലിടത്തിലേക്ക് പോകുന്നൊരു സ്ത്രീ, അവർക്ക് 10,000 രൂപയാണ് ശമ്പളം കിട്ടുന്നതെങ്കിൽ അവർ വന്ന് 2,000 രൂപ ബസ് കൂലി കൊടുക്കാതിരിക്കട്ടെ. അപ്പോൾ അവർക്ക് 12,000 രൂപ കിട്ടിയ പോലെ ആയില്ലേ. അപ്പോൾ അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യ വാരം. ഞാനതിനെ വിശേഷിപ്പിക്കുന്നത്, ഞാൻ തന്നെ പറയുന്നത് മോശമാണെന്ന് ഞാനും കൂടെ ഉൾപ്പെട്ടതായതുകൊണ്ട്, ഇതൊരു സുവർണ വാരമാണ്. പ്രത്യേകിച്ച് വനിതകളുടെ സുവർണ വാരം. നമ്മുടെ ആശാമാർക്ക്, അംഗൻവാടിക്കാർക്ക്, ഹെൽപ്പേഴ്സിന്, അതേപോലെ തന്നെ നമ്മുടെ പാചക തൊഴിലാളികൾക്ക്, ഇപ്പോൾ ട്രാൻസ്പോർട്ടിൽ സ്ത്രീകൾക്ക് അങ്ങേയറ്റം ഫ്രണ്ട്ലിയാണ്. KSRTCയിലെ 1-ാം തീയതി തന്നെ പെൻഷന് ശമ്പളവും കൃത്യമായി കൊടുക്കാൻ കഴിയും. അതിൽ ശമ്പളം കൊടുക്കാനുള്ള ഫയൽ ഇന്നലെ ഒപ്പിട്ട് കഴിഞ്ഞു. പെൻഷൻ്റെ കാര്യത്തിൽ ചില സഹകരണ സംഘങ്ങൾ ഒന്ന് ഡിലേ വരുത്തി. ആ ഡിലേ വരുത്തിയതിൽ നമുക്കൊരു വലിയ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, ശരിയല്ല. അത് കരാറുമായി ഉണ്ടാക്കിയ സംഘങ്ങൾ അവർ അടിയന്തരമായി തന്നെ ആ കരാർ പാലിക്കണം. ആ കരാർ പാലിക്കാൻ ഒരു ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ അവർ നടപടിയെടുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും സഹകരണ വകുപ്പ് മന്ത്രിയായിട്ട് ഞാനത് സംസാരിച്ചിട്ടുണ്ട്. സഹകരണ വകുപ്പ് മന്ത്രി സഹകരണ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൻ്റെ നിർദ്ദേശം കൊടുത്തുവാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ്റുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള സഹകരണ സംഘങ്ങൾ, ഇത് പഴയ ഗവൺമെൻറ് ചെയ്തതാണ്, ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യാണ്. ഞങ്ങൾ പഴയ ഗവൺമെൻറ് ചെയ്തെല്ലാം എടുത്ത് കളയല്ല, അത് ചെയ്യണം. ഗണേഷ് കുമാറിന്റെ പല തീരുമാനങ്ങളും കണ്ടിന്യൂ ചെയ്യുന്നു അല്ലേ? അല്ല, ഈ ഒരു ഡിസിഷൻ റദ്ദാക്കുന്ന തീരുമാനങ്ങളൊന്നുമില്ല. അത് റദ്ദാക്കുമ്പോൾ പറയാം. യൂണിയനുകളുടെ അതിപ്രസരം എപ്പോഴും KSRTC ഡിസിഷൻ തൽക്കാലം കണ്ടിന്യൂ ചെയ്യാണ്. പെൻഷൻ
അതിന് വേറെ അവസരം വരുമ്പോൾ അത് മാറ്റേണ്ടി വരും. ഞാൻ ചോദിച്ചത് ഈ യൂണിയനുകളുടെ അതിപ്രസരം എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് KSRTC. അപ്പോൾ യൂണിയനുകളെ നിയന്ത്രിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി ഉണ്ടാവും. ഞാനൊരു യൂണിയൻകാരനാണ്, അതിലെല്ലാം അടങ്ങിയിട്ടില്ലേ. ഞാൻ ഹിന്ദു മസ്ദൂർ സഭയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. സാധാരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറിയാണ്. അങ്ങുമായി സഹകരിച്ച് FACTയിലെ യൂണിയൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ്. നമ്മുടെ സഹകരണ ബാങ്കിൻ്റെ, കാർഷിക ബാങ്കിൻ്റെ യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഞാൻ യൂണിയനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യൂ? സർക്കാരിൻ്റെ കൂടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സ്വാഭാവികമായിട്ടും KSRTCക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ സൗജന്യ യാത്രയൊക്കെ വരുന്നതോടുകൂടി സർക്കാർ യാത്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്, KSRTCയുടെ പദ്ധതിയല്ല. ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. അതെ, അപ്പോൾ സർക്കാരിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ സർക്കാരിൻ്റെ പദ്ധതി തീർച്ചയായും സർക്കാർ അതിൻ്റെ ചുമതല എടുക്കുമല്ലോ. അപ്പോൾ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ട. ഈ പ്രതീക്ഷിച്ചിരുന്ന വകുപ്പ് തന്നെയാണോ കിട്ടിയത്, ഗതാഗത വകുപ്പ് എന്നുള്ളത്? സഹകരണമൊക്കെ ആയിരുന്നല്ലോ പ്രതീക്ഷയിൽ, മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും KSRTCയിലെ സൗജന്യ യാത്രയിൽ ഉൾപ്പെടെ നിലപാട് വിശദീകരിക്കുകയാണ് ഗതാഗത മന്ത്രി CP ജോൺ. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ സർക്കാരിന് ഇതൊരു ഇന്ദിരാ ഗ്യാരണ്ടിയായി മുന്നിലുള്ളതാണ്. അത് കൃത്യമായി സമയബന്ധിതമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് കൂടി അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.